കുട്ടിയെ നല്ല രീതിയിൽ സ്നേഹം കൊടുത്തു വളർത്തിയാൽ, ഇല്ലെങ്കിൽ അമ്മയും അപ്പനും കൂടെ ഒന്നു ചേർന്നുള്ള സ്നേഹത്തിന്റെ അന്തരീക്ഷം കിട്ടിയാൽ ആ കുട്ടിക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ടാകും. കുടുംബ ബന്ധങ്ങൾക്കകത്ത് വിള്ളലുകൾ ഉണ്ടാകുന്നത് ഒരു കുട്ടിയെ എങ്ങോട്ടൊക്കെ തകർച്ചയിലേക്ക് കൊണ്ടുപോകും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ചില അമ്മമാര് ഓവർ ആങ്ഷ്യസ് ആണ്. ആങ്ഷ്യസ് ആകണം, ശരി, സമ്മതിച്ചു, ഓക്കെ. പക്ഷെ ഒരു പരിധി വിട്ട് ആങ്ഷ്യസ് ആയ കുഴപ്പം ആകട്ടെ. അപ്പൊ അവിടെ നിങ്ങളെ കൂട്ടിച്ചേർത്തത് ആരാ? സർവശക്തനായ ദൈവം. എന്നിട്ട് ഇത് ദൈവഹിതം അല്ല, ദൈവം ചേർത്തത് ദൈവഹിതം അല്ലാതെ ദൈവം ചേർത്തു. ക്രിസ്ത്യൻ ഫോക്കസ് മീഡിയയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നാം കണ്ടതുപോലെ ഡോക്ടർ സജി കെപിയുമായുള്ള ചിന്തകൾ തുടരാം. ഇന്ന് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ ഒരുപാട് തകർച്ചകളുടെ വാർത്തകൾ നാം കേൾക്കുന്നുണ്ടല്ലോ. എന്താണ് അതിൻ്റെ ശരിയായ കാരണം? ഇന്നത്തെ ഒത്തിരി കുടുംബങ്ങൾ ഈ പറഞ്ഞ പോലെ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഇത്രയൊക്കെ ക്രൂരതയൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാർ, അതിന് ഒത്തിരി റീസൺസ് ഉണ്ട്. അതിൽ ഒരു കാര്യം എന്ന് പറയുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത, നമ്മുടെ ഈ കൊച്ചു ചെറുപ്പക്കാർ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്നു, അല്ലെങ്കിൽ അതിന് മുമ്പേ ഉള്ള പ്രായം, സ്കൂളിൽ പഠിക്കുന്ന പ്രായം തൊട്ട് ഒരു പ്രണയബന്ധം ഉണ്ടായി, അധികം താമസിയാതെ അത് അങ്ങേ അറ്റം വരെ പോയി, അത് ഫിസിക്കലായി, ബ്രേക്കപ്പായി. അപ്പം ആദ്യത്തെ ബ്രേക്കപ്പ് എന്ന് പറയുന്നത് മനസ്സ് തകർക്കുന്ന, ഭയങ്കര സങ്കടം, സൂയിസൈഡ് ടെൻഡൻസി ഉണ്ടാകുന്ന, ആകെ പ്രശ്നമായി, അതിജീവിച്ചു. പിന്നെ അടുത്ത ബന്ധത്തിലേക്ക് പോയി, അതും ഇതുപോലെ എക്സ്ട്രീമായി, ഫിസിക്കലായി, അതോടെ തീർന്നു, അത് പിന്നെ ബ്രേക്കപ്പായി. ആദ്യത്തെ അത്ര സങ്കടമില്ല. ഇപ്പോൾ 4, 5, 6 പ്രണയവും ഫിസിക്കൽ ബ്രേക്കപ്പ്. ഈ സൈക്കിൾ ഇത്രയും കഴിയുമ്പം മാനസികമായി ഒരു 5-6 ഡിവോഴ്സ് കഴിഞ്ഞു. 5-6 കപ്പിൾ റിലേഷൻഷിപ്പും കഴിഞ്ഞു, ഫിസിക്കൽ റിലേഷൻഷിപ്പും കഴിഞ്ഞു, ഡിവോഴ്സും കഴിഞ്ഞു. ഇതൊത് ഇത്രയ്ക്ക് ഉള്ളൂ എന്ന ധാരണ വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കല്യാണം നടക്കുന്നത്. എന്ത് കമ്മിറ്റ്മെൻറ്റാണ് നമ്മളവിടെ പ്രതീക്ഷിക്കുന്നത്? അപ്പം അവിടെ ഒന്നൊരു നമ്മൾ ഈ പറയുന്ന ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുന്ന ഒരു കാലഘട്ടമല്ലെന്ന് നമുക്ക് തോന്നിപ്പോവും. രണ്ടാമത്, ഇന്ന് ഇഷ്ടംപോലെ പ്രലോഭനങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ് നിരയായിട്ട്. പണ്ടൊക്കെ ഒരാൾക്ക് മറ്റൊരാളോട് സീക്രട്ടായിട്ട് പ്രണയം നടത്താൻ വലിയ പാടായിരുന്നു. കാരണം പ്രണയലേഖനം എഴുതി കൊടുക്കണം, അത് കൊടുക്കാൻ നേരത്തെ ആരെങ്കിലും കാണും, ഒരുമിച്ചിരുന്ന് സംസാരിച്ച ആൾക്കാരെ പിടിക്കും, അത് അങ്ങോട്ട് സംഭാഷണം ഇങ്ങോട്ട് പ്രശ്നമാവും. പക്ഷെ ഇന്നിപ്പം ടെക്സ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ അറിയുന്നില്ല. 100% പ്രൈവറ്റായിട്ട് എന്തും പറയാനുള്ളൊരു ലോകം, കമ്മ്യൂണിക്കേഷൻ്റെ കുതിച്ചുചാട്ടം. അതുമാത്രമല്ല, ഈ കാണുന്ന അഡിക്ഷൻ മുഴുവനും പോണോഗ്രാഫിയോടും ഈ റൊമാൻസിനോടും ഒക്കെ ആയതുകൊണ്ടും കൂടെ ആകാം. പക്ഷേ മൂന്നാമത്തെ ഒരു റീസൺ ഉണ്ട്, അതൊരു ഇച്ചിരി കട്ടിയാണ്. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലരുടെയൊക്കെ ലൈഫ് നമുക്ക് സഹതാപം തോന്നും. ഇപ്പോൾ ഒരു കൗൺസിലർ എന്ന നിലയ്ക്ക് ചിലരൊക്കെ സ്ട്രഗിൾ ചെയ്യുന്ന കണ്ടാൽ നമുക്ക് സങ്കടം തോന്നും. ആറ്റുനോറ്റ് സ്വപ്നം കണ്ട് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചു, പക്ഷേ വിവാഹം കഴിച്ച ആൾ ഒരു മാനസിക വെല്ലുവിളി, അത് പല വിധത്തിലുള്ള വെല്ലുവിളികളുണ്ട്. അത് മാനസിക രോഗം എന്നുള്ളത് വേണമെങ്കിൽ പറയാം, വ്യക്തിത്വ വൈകല്യം എന്നുള്ളത് വേണമെങ്കിൽ പറയാം, വൈകാരിക വൈകല്യങ്ങളെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെ പല ഫോർമേഷൻ അപ്പോൾ അത് പെട്ടെന്ന് ഹീൽ ചെയ്യാൻ പറ്റാത്ത ചില കേസുണ്ട്. ഉദാഹരണത്തിന് വ്യക്തിത്വ വൈകല്യം, ഒരു പാരനോയിഡ് പേഴ്സണാലിറ്റി എന്നൊക്കെ പറയുന്ന, സംശയ ദൃഷ്ടിയോടെ എല്ലാം കാണുന്ന നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. അതായത് മറ്റുള്ളവരെ ചവിട്ടി തേച്ച് അവരെ ഇല്ലാതാക്കി, അവരെ കുറ്റം കണ്ടെത്തി കോർണർ ചെയ്ത് അതിലൂടെ കുറേ റെക്കഗ്നിഷൻ, ഞാനെന്ന ഭാവത്തിന് അങ്ങനെ ഒരു പോംവഴി കണ്ടെത്തുന്ന വൈകല്യം. ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് വെച്ചാൽ ഒരു നിപ്പി കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ ഭയങ്കര സന്തോഷമായിട്ട് ഭാര്യയും ഭർത്താവും നിൽക്കുക. പെട്ടെന്നാണ് ഈ പങ്കാളി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കഠിന വാക്കുകൾ പറഞ്ഞുകൊണ്ട് രണ്ടെണ്ണം അങ്ങ് പറഞ്ഞ് പിണങ്ങി പ്രശ്നം ഉണ്ടാക്കി. അപ്പോൾ പങ്കാളി ഷോക്കായി, ഇതെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്. പക്ഷേ പിറ്റേ ദിവസം രാവിലെ ഇങ്ങനെ ഒരു കാര്യമേ നടന്നിട്ടില്ലാത്തതുപോലെ ഭയങ്കര സ്നേഹത്തോടെ വരുന്നു. ഇനി ഏത് സമയത്താണ് സ്വഭാവം മാറുകയെന്ന് പറയാനും പറ്റില്ല. ഇതുപോലത്തെ വൈകല്യങ്ങളുള്ള ആളുകളെ ജീവിത പങ്കാളിയായി കിട്ടിയാൽ ആ വ്യക്തിക്ക് ജീവിതകാലം മുഴുവനും സഹനത്തിൻ്റെ അങ്ങേ അറ്റം വരെ പ്രാവർത്തികമാക്കിയാലേ പിടിച്ചു നിൽക്കാൻ പറ്റൂ. പക്ഷേ ഇന്നത്തെ തലമുറകൾ പലർക്കും അതിന് താല്പര്യമില്ല. അതുകൊണ്ട് കുടുംബങ്ങൾ പലതും തകർന്ന് വെച്ച് സൈക്കാട്രിക് പേഷ്യൻസിന് കല്യാണം കഴിക്കാൻ പാടില്ല എന്നൊന്നുമില്ല. എനിക്കറിയാവുന്ന എത്രയോ സൈക്കാട്രിക് പേഷ്യൻസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ
കല്യാണം നടത്തിയതും അങ്ങനെയുള്ള ആളെ ആ ബലഹീനത ഉൾപ്പെടെ കല്യാണം കഴിച്ചവരെ എനിക്കറിയാം. സന്തോഷമായിട്ട് താമസിക്കുന്നവരറിയാം, ചിലരൊക്കെ കോൺസ്റ്റൻ്റ് ആയിട്ട് കൗൺസിലിംഗ് സപ്പോർട്ട് എടുത്തുകൊണ്ട് പോകുന്നവരറിയാം. പക്ഷേ ഇത് മറച്ചു വെച്ച് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ കാര്യമായ അക്സെപ്റ്റൻസും അഡ്ജസ്റ്റ്മെൻറ്റും അവിടെ ഡിമാൻഡ് ചെയ്യപ്പെടും. ഇനി വേറൊരു പ്രശ്നമുള്ളത് ഈ അപ്പനും അമ്മയും. മക്കളോട് സ്നേഹമുണ്ട്, മകൾക്ക് അങ്ങോട്ട് സ്നേഹമുണ്ട്, പക്ഷേ ഇവരുടെ കുടുംബജീവിതത്തിനകത്തേക്ക് കയറി സ്ക്രൂ ചെയ്യാൻ പോകും. അങ്ങനെ വന്നു കഴിയുമ്പോൾ ട്രയാങ്കുലേഷൻ സംഭവിക്കും. ഭർത്താവ് ഭാര്യ രണ്ടെൻ്റെ ഉള്ളൂ, ഇവർ തമ്മിൽ പറഞ്ഞു തീർക്കത്തില്ല. ഭാര്യ അമ്മയോട് പറഞ്ഞു, അമ്മ ഇങ്ങോട്ട് പറഞ്ഞു, ഇവിടുന്ന് ഇങ്ങോട്ട് പറഞ്ഞു, അവിടുന്ന് അങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ അതങ്ങോട്ട് കുടുംബജീവിതത്തെ കുഴച്ച് കളയും. വേറൊന്ന്, ചില ആൾക്കാർ, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ, ഈ പോണോഗ്രാഫി അഡിക്ഷൻ എന്ന് പറഞ്ഞൊരു സാധനം. അപ്പോൾ അവർക്ക് വിവാഹ ലൈംഗികത എന്നുള്ളത് പോണോഗ്രാഫിയിൽ കണ്ട കുറേ കാര്യങ്ങളാണ്. ഈ കൺസെപ്റ്റുമായിട്ട് കുടുംബജീവിതത്തിലേക്ക് കയറി കുടുംബജീവിതം തകരുന്ന എത്രയോ കേസുകളുണ്ട്. ഈ ഇടയ്ക്ക് തന്നെ ഞാൻ കേട്ട ഒരു കാര്യം, എത്രയോ 2-2.5 ലക്ഷം രൂപ ശമ്പളം വാങ്ങിക്കുന്ന ഹൈ പൊസിഷനിൽ വർക്ക് ചെയ്യുന്ന ഒരുത്തനാണ്. അവൻ്റെ ഭാര്യ ഫസ്റ്റ് നൈറ്റിൽ റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ കാണുന്ന ഇവൻ ലാപ്ടോപ്പ് തുറന്ന് പ്രകൃതി വിരുദ്ധ അങ്ങനത്തെ എന്നൊക്കെ പറയത്തില്ല, അങ്ങനത്തെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക. വാ ഇരിക്കുക. അവൾ പേടിച്ചു പോയി. അവൾ വിചാരിച്ചു ഇതാ പുള്ളിയുടെ ലൈംഗികത. അവൾ പെട്ടെന്ന് ചാടി ഇറങ്ങി ബാൽക്കണിയിൽ ചെന്ന് അപ്പനെ വിളിച്ചു, ഇപ്പം ഇവിടെ വരണം, എന്നെ കൊണ്ടുപോകണം. ഇപ്പം വരത്തില്ല എന്നാണ് പറയുന്നതെങ്കിൽ ഞാനിപ്പോൾ താഴോട്ടിയാണ്. അപ്പം പറഞ്ഞു, നീ ചാടുന്നത്, ഞാനിപ്പോൾ വരാം. വന്നു, വരുന്ന വഴിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു, വീട്ടിൽ വന്നു, വഴക്കായി, ബഹളമായി, അത് ഡിവോഴ്സ് ചെന്ന് നിൽക്കുകയാണ്. അപ്പം അതുപോലത്തെ പ്രതിസന്ധികളിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഒന്നാമത് ഞാൻ പറയും, മാതാപിതാക്കൾക്കൊരു വലിയ കടമയുണ്ട്. മാതൃകാ കുടുംബജീവിതം എന്തെന്നും മക്കളുടെ മുമ്പിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കണം. നല്ല മാതൃകയുള്ള കുടുംബങ്ങളെ കണ്ടു പഠിക്കാനുള്ള പ്രോത്സാഹനം മക്കൾക്ക് കൊടുക്കണം. അവരുടെ കുടുംബജീവിതത്തിനകത്തേക്ക് അനാവശ്യമായി ഇടപെടാൻ പോകരുത്. കപ്പിൾസിനോട് എനിക്ക് പറയാനുള്ളത്, ദൈവമാണ് ഒരു ഭാര്യാഭർത്തൃ ബന്ധത്തെ സ്ഥാപിക്കുന്നതെന്ന് നമ്മൾ അറിയുന്നു. ഇപ്പം ചിലർ ചോദിക്കും, എൻ്റെ അടുത്ത് ഈ ഇടയ്ക്ക് വന്ന ഒരാൾ പറയുക, ഞങ്ങളുടെ കല്യാണം ദൈവഹിതമല്ലായിരുന്നു പാസ്റ്റർ. അതെന്നെ അങ്ങനെ പറഞ്ഞു? അത് ഒരാൾ പ്രാർത്ഥിച്ചപ്പോൾ ഇരുട്ട് കാണുന്നു എന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ ഇവളുടെ സൗന്ദര്യത്തിൽ ഞാനങ്ങ് വീണു പോയതുകൊണ്ട് ഞാൻ, നിങ്ങളെന്താ ഈ പറയുന്നത്? നിങ്ങളുടെ കല്യാണം നടത്തിയ പാസ്റ്റർ എന്താ പറഞ്ഞത്? നിങ്ങൾ രണ്ടുപേരെയും കൂടെ കൈ പിടിപ്പിച്ചേച്ച് പറഞ്ഞു, ഏദൻ പൂങ്കാവനത്തിൽ ഇറങ്ങി വന്ന് ആദ്യ മാതാപിതാക്കളായ ആദമിനെയും ഹവ്വയെയും യോജിപ്പിച്ച സർവശക്തനായ ദൈവം തന്നെ നിങ്ങളെ യോജിപ്പിക്കുമാറാകട്ടെ. അപ്പോൾ അവിടെ നിങ്ങളെ കൂട്ടിച്ചേർത്തത് ആരാ? സർവശക്തനായ ദൈവം. എന്നിട്ട് ഇത് ദൈവഹിതം അല്ല, ദൈവം ചേർത്തത് ദൈവഹിതം അല്ലാതെ ദൈവം ചേർക്കും. അത് കഴിഞ്ഞ് ഉഭയസമ്മത വാചകങ്ങൾ കഴിഞ്ഞപ്പോൾ ആ പാസ്റ്റർ എന്താ പറഞ്ഞത്? ത്രിയേക ദൈവവും തൻ്റെ ദൂതന്മാരും ഈ വിശുദ്ധ സഭയും ഈ ഉഭയസമ്മതത്തിന് സാക്ഷികളാകും. ദൈവം നേരിട്ടിറങ്ങി വന്ന് ഭാര്യാഭർത്താക്കന്മാരാക്കി മാറ്റി സഭയും ദൂതന്മാരും ത്രിയേക ദൈവവും സാക്ഷി നിന്ന് നടത്തിയ കല്യാണം ദൈവഹിതം അല്ലെന്ന് ദൈവം കേൾക്കണ്ട, അടി തരുമെന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളുടെ ജീവിത പങ്കാളിയെ ദൈവം നിങ്ങൾക്ക് തന്നപ്പോൾ ആ എല്ലാ ബലഹീനതയോടും, ഞാനീ പറഞ്ഞ പേഴ്സണാലിറ്റി ഡിസോർഡർ, സൈക്യാട്രിക് ഇഷ്യൂ, ശാരീരിക പ്രശ്നം, എല്ലാ പ്രശ്നത്തോടെയും നിങ്ങളുടെ കയ്യിലേക്ക് തന്നിരിക്കുക. ആ രീതിയിൽ അതിനെ കണ്ടാൽ കുടുംബങ്ങൾ മുന്നോട്ട് പോകും. ഞാനൊരു ഒരു വീട്ടിൽ എന്നെ വിളിച്ചപ്പം അവർ പറഞ്ഞു ചെയ്തായിരുന്നു, ഈ വീട്ടിലൊന്ന് വന്നിരുന്ന സംശയം ഇല്ലെങ്കിൽ അവർ ആത്മഹത്യ ചെയ്യും. ഞാൻ പറഞ്ഞു, എന്ത് പറ്റി? കാര്യം ഇതാണ്, ഈ അപ്പൻ്റെ ഭാര്യ, അതായത് ഈ അമ്മ മാനസിക രോഗിയാണ്. 3 മക്കളുണ്ട്. 2 ആൺപിള്ളേർ ഓട്ടിസ്റ്റിക്കാണ്. ഒരു പെങ്കൊച്ചുണ്ട്. പെങ്കൊച്ചിന് കുഴപ്പമൊന്നുമില്ല, പെങ്കൊച്ചിനെ കെട്ടിച്ചു വിട്ടു. പക്ഷെ കെട്ടിച്ചു വിട്ട വീട്ടിൽ പ്രശ്നങ്ങൾ കാരണം അവൾ തിരിച്ച് വീട്ടിൽ വന്നു ഇന്നലെ. അപ്പം മിക്കവാറും അവിടെ ഒരു കൂട്ട ആത്മഹത്യ നടത്തി. ഇയാളെല്ലാത്തിനെയും കൊന്നിച്ച് ഇയാൾ ചാവും. അതിനു മുമ്പേ ചെന്ന് അവരെ ഒന്ന് സഹായിക്കണം. അപ്പം ഞാൻ ചെന്ന് ഇങ്ങനെ സഹായിക്കാൻ, സംസാരിക്കാൻ ശ്രമിക്കുകയാണ്. നമ്മുടെ ഭാരങ്ങൾ, നമ്മുടെ സങ്കടങ്ങളൊക്കെ ദൈവം അറിയുമല്ലോ, നമുക്ക് വഹിക്കാൻ കഴിയാത്ത ദൈവം തരില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ സംസാരിക്കാൻ ശ്രമിക്കുക. ഈ മനുഷ്യൻ എന്നോടൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു. എൻ്റെ വേൾഡ് വ്യൂവിനെ തിരിച്ചു കളഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. അദ്ദേഹം പറഞ്ഞു, പാസ്റ്ററെ, നേരത്തെ എനിക്കും ഇങ്ങനെ ഒരു ചിന്തയുണ്ടായിരുന്നു, എന്തിനാ എനിക്ക് മാത്രം ഇങ്ങനെ ഒരു കുടുംബം തന്നേ? കുറേ കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഉത്തരം കിട്ടി. ആ ഉത്തരം ഇതാണ്: ഈ ഭൂമിയിൽ മുഴുവട്ടുള്ള ഒരു സ്ത്രീക്ക് ഒരു കുടുംബം വേണമെന്ന് സ്വർഗം തീരുമാനിച്ചു. ഓട്ടിസമുള്ള 2 കുട്ടികൾ ഈ ഭൂമിയിൽ ജനിക്കണം, വളരണമെന്ന് ദൈവം തീരുമാനിച്ചു. എന്നിട്ട് ദൈവം അന്വേഷിക്കാൻ തുടങ്ങി, സഹനത്തോടെ ഈ സ്ത്രീയുടെ ഭർത്താവാകാൻ പറ്റിയ ഒരാളുണ്ടോ? ഈ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളെ സഹനത്തോടെ വളർത്താൻ പറ്റിയ ഒരു അപ്പനുണ്ടോ? അന്വേഷിച്ച് ദൈവം എന്നെ കണ്ടെത്തി പാസ്റ്റർ. ഞാനിപ്പോൾ ചെയ്യുന്നത് മിനിസ്ട്രിയാണ് പാസ്റ്റർ. ഇതിലപ്പുറം ഇനി എന്ത് കേൾക്കാന്? ഞാൻ പറഞ്ഞു, എൻ്റെ അച്ഛാ,
ഞാൻ അച്ചായനെ എൻകറേജ് ചെയ്യാൻ വന്ന ആളാണ്. അച്ചായൻ എൻ്റെ ജീവിതം മുഴുവൻ ഓർക്കാവുന്ന എൻകറേജ്മെൻറ്റ് ഇങ്ങോട്ട് തന്നു. അപ്പം ഞാൻ പറയും, ഈ സ്പിരിച്വൽ ഇൻസൈറ്റാണ് ഇതിൻ്റെ ഒക്കെ അടിസ്ഥാനം. അങ്ങനെ നമ്മുടെ കുടുംബങ്ങൾ പണിയപ്പെടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പ്രണയബന്ധങ്ങളിൽ ചെന്ന് ചാടാറുണ്ട്. പലപ്പോഴും അത് ശാരീരിക പാപത്തിലേക്ക് നയിക്കപ്പെടുകയും എന്നാൽ അതിനെ വളരെ ലൈറ്റായിട്ട് കാണുന്ന ഒരു തലമുറ ഉണ്ടായി വരുന്നു. അതിനെപ്പറ്റി എന്താണ് പാസ്റ്റർക്ക് പറയാനുള്ളത്? ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ ഓർത്തത്, എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് കൊണ്ടുവന്ന ഒരു പെങ്കൊച്ചിൻ്റെ ഒരു സ്റ്റോറിയാണ്. അവൾക്ക് 13-14 വയസ്സെങ്ങാണ്ടേ ഉള്ളൂ. അപ്പോൾ ഈ അപ്പനും അമ്മയും ഒരു ദിവസം ഇവളുടെ ഫോണിൽ ഇച്ചിരി അരുതാത്ത ഇതെങ്ങാണ്ട് കണ്ടു. അപ്പോൾ ഒരു ചെറുക്കനുമായിട്ടുള്ള കോൺവെർസേഷനാണ്. അപ്പോൾ ഇവർ സ്വാഭാവികം കണ്ടു, ഭയങ്കരമായിട്ട് ശാസിച്ചു, ശിക്ഷിച്ചു, ഇതെല്ലാം ചെയ്തു. അപ്പോൾ അവൾ പറഞ്ഞു, ഇല്ല പപ്പ, ഇനി മേലാൽ ഞാൻ അങ്ങനെ ചെയ്യില്ല. ഇവർ പറയുന്ന ഒരു 3 മാസം കഴിഞ്ഞില്ല, അതിന് ഇപ്പുറം ഇവർക്ക് പുതിയ വേറെ ബന്ധമുണ്ടായി. അപ്പോൾ ഇവർ ആ ചെറുക്കൻ്റെ വീട്ടിൽ ചെന്ന് സംസാരിച്ച് ആ ബന്ധത്തിൽ നിന്ന് മാറ്റിയിട്ട് ഇവൾ മാറി. 3 മാസത്തിനുള്ളിൽ പുതിയ ബന്ധം തുടങ്ങി. അവനുമായിട്ട് ഇവൾ ബീച്ചിൽ പോയി നിൽക്കുന്നത് ആൾക്കാർ കണ്ടു, പറഞ്ഞു, അത് പിടിച്ചു, വീണ്ടും പിടിച്ചു, പ്രശ്നമായി. ഇവളെ കണ്ടമാനം ഉപദേശിച്ചു, ശാസിച്ചു, ശിക്ഷിച്ചു, എല്ലാം ചെയ്തു. ഇവള് പറഞ്ഞു, ശരി, ഓക്കെ, ഞാൻ അതും വിട്ടു. ഇതെല്ലാം നാട്ടിൽ. അപ്പോൾ ഈ ചെറുക്കൻ ഇവർക്കറിയാം. അപ്പോൾ അതിൽ നിന്ന് ഇവളെ പുറത്ത് കൊണ്ടുവന്നു ഒരു വിധത്തിൽ. 5-6 മാസം പോലും കഴിഞ്ഞില്ല, ഒരാൾ വന്ന് പറഞ്ഞു, നിങ്ങളുടെ കൊച്ച് ആ ചെറുക്കനെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് വിജനമായൊരു സ്ഥലത്ത് സ്കൂൾ വിട്ട് കഴിഞ്ഞ് വീട്ടിൽ വരുന്നതിന് പകരം റബ്ബർത്തോട്ടത്തിൻ്റെ അകത്ത് നിൽക്കുന്നത് കണ്ടു. ഇത് കേട്ട് ഇവർക്കങ്ങ്, അപ്പോൾ ഇവർ വിചാരിക്കുന്ന ഈ കൊച്ചിന് എന്തോ ഡിസോർഡർ ഉണ്ട്. അപ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കാൻ അങ്ങനെയാണ് ഇവർ കൗൺസിലിങ്ങിന് വരുന്നത്. അപ്പം ഞാൻ ഈ കൊച്ചിനോട് സംസാരിച്ചു. ഞാൻ പറഞ്ഞു, ഇത് ഭയങ്കര ഒരു ഷെയിമാണല്ലോ. പക്ഷേ ചോദ്യം, ഈ പ്രായത്തിൽ 13-14 വയസ്സായിട്ടുള്ളൂ, ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാത്തൊരു പോക്ക് എന്തായിരിക്കാം? അപ്പം ഇവളെന്നോട് പറയാം, എൻ്റെ സാറേ, എൻ്റെ കൂടെ ക്ലാസ്സിലുള്ള പിള്ളേർ ഇടത്തിരിക്കുന്നയാളും വലത്തിരിക്കുന്നയാളും ഒരു 5 മിനിറ്റ് ബ്രേക്ക് കിട്ടിയാൽ ഈ ചെവി കൂടെ പറയാനുള്ളത് മുഴുവനും ഇന്നലെ രാത്രി 12 മണി കഴിഞ്ഞപ്പോൾ ഞാനും എൻ്റെ കാമുകനും കൂടെ എന്തൊക്കെയാ പറഞ്ഞതെന്ന് പറയട്ടെ. എങ്ങനെ കേൾക്കാതിരിക്കും? ഞാനത് മുഴുവൻ ഈ ചെവി കൂടെ കേൾക്കും. ഉച്ചയ്ക്കത്തെ ബ്രേക്ക് വരുമ്പോൾ ഇപ്പുറത്തിരിക്കുന്ന ആൾ പറയും, കഴിഞ്ഞ ശനിയാഴ്ച ട്യൂഷൻ ഉണ്ടെന്നും പറഞ്ഞ് ഞാൻ ഇറങ്ങി കാമുകനുമായിട്ട് കറങ്ങാൻ പോയി, ഞങ്ങൾ എന്തൊക്കെയാണ് ചെയ്തതെന്ന് പറയട്ടെ. അപ്പോൾ ഈ ചെവി കൂടെ ഇവളും കൊടുക്കും. വീട്ടിൽ വന്ന് ഫോൺ തുറന്നാൽ ഇത്, സ്കൂളിൽ ചെന്നാൽ ഇത്, മ്യൂസിക് കേട്ടാൽ ഇത്. ഇവർ കേൾക്കുന്ന മ്യൂസിക് റൊമാൻറ്റിക് മ്യൂസിക്കാണ്. ആ മ്യൂസിക്കിലെ വരികളാണ് പ്രശ്നം. ഇപ്പം അതിൻ്റെ താളമാണ് പിള്ളേരെ ആകർഷിക്കുന്നതെന്ന് നമ്മൾ പറയും. ശരി, താളത്തിനെ ആകർഷിച്ച് അങ്ങോട്ട് പോകുമ്പം ഇതിൻ്റെ കൂട്ടത്തിലുള്ള വരികളാണല്ലോ ഈ തലയ്ക്കകത്തേക്ക് ഇങ്ങനെ സ്റ്റഫ് ചെയ്ത് കയറുന്നത്. അപ്പോൾ ഇത് മുഴുവൻ റൊമാൻസാണ്. അതായത് ഈ ഒരു കൗമാരപ്രായത്തിൽ, പ്രത്യേകിച്ച് കൗമാരപ്രായത്തിലേക്ക് കയറുന്ന കുട്ടികൾക്ക് ഈ എക്സ്പെരിമെൻ്റ് ചെയ്യാനും ഇതെന്താണെന്ന് അറിയാനും ക്യൂരിയോസിറ്റി ഉള്ളതിനോടനുബന്ധിച്ച് തന്നെ അവർക്ക് കിട്ടുന്ന എക്സ്പോഷർ മുഴുവൻ ഈ മേഖല ആയതുകൊണ്ട് ഏതിലെങ്കിലും ഒരു പ്രണയാഭ്യർത്ഥന വന്നാൽ ഇവരങ്ങ് വീണു പോവാണ്. അവർക്കത് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം നമ്മൾ ഈ പറഞ്ഞ അധാർമികത കയറി വരുന്നു, ശാരീരിക പാപങ്ങൾ കയറി വരുന്നു. പിന്നെ ആദ്യം നമ്മൾ പറഞ്ഞ ഒരു വയലൻസ് ഉണ്ട്. ഈ കുട്ടികളുടെ വയലൻറ്റ് കണ്ടൻറ്റ് തലയ്ക്കകത്തേക്ക് കൊടുത്തുണ്ടാക്കുന്ന ഒരു മാനസികാവസ്ഥയുണ്ട്. അപ്പോൾ ഈ പ്രണയം നിരസിച്ച് കഴിയുമ്പോൾ അടുത്തത് കയറി വരുന്നത് ആ വയലൻ്റാണ്, കണ്ടൻറ്റാണ്. അതായത് അപരനെ മനുഷ്യനായി കാണാൻ പറ്റുന്നില്ല. ഒരു ഉപകരണമായോ ഒരു എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു മേഖലയായിട്ട് മാത്രമേ മറ്റൊരാളെ കാണാൻ ഈ കണ്ടൻറ്റ് ഈ വ്യക്തിക്ക് ഓറിയൻറ്റേഷൻ അങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താ ചെയ്യുന്നത്? എന്നെ പ്രണയിച്ചില്ലെങ്കിൽ നീ ഇനി ജീവിക്കണ്ട, ഇതിലേക്ക് ആ ഒരു മാനസികാവസ്ഥയിലേക്ക് പോവാം. ഞാൻ പറയും, നമുക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ ഈ കാര്യത്തിൽ? ഇത് കേൾക്കുന്ന മാതാപിതാക്കളാണെങ്കിൽ ഞാൻ പറയും, നിങ്ങളുടെ മക്കളെ നിങ്ങളുടെ ജീവിതം കൊണ്ട് നിങ്ങൾ സ്വാധീനിക്കണം. കുഞ്ഞുങ്ങൾ ഇങ്ങനെ പോകുന്നതിന് പിന്നിൽ അവരുടെ മാതാപിതാക്കളുടെ ജീവിതം കണ്ടാണോ, അതിലെ ജീവിതത്തിലെ താളപ്പിഴകൾ ഒരു കാരണമാണോ, അല്ലെങ്കിൽ അവർക്ക് മാതാപിതാക്കളിൽ നിന്ന് സ്നേഹം കിട്ടാത്തത് കൊണ്ടാണോ അവരിങ്ങനെ പെട്ടെന്ന് മറ്റു പല ബന്ധങ്ങളിലേക്ക് പോകുന്നത്? അതൊരു കാരണമാകുന്നുണ്ടോ? തീർച്ചയായിട്ടും മാതാപിതാക്കളുടെ ജീവിതവും അവരുടെ മാതൃകയും കുട്ടികളെ ഭയങ്കരമായിട്ട് സ്വാധീനിക്കും. നമ്മൾ പറയാറുണ്ട്, ഒരു കുഞ്ഞ് ഭൂമിയിലേക്ക് ജനിക്കുമ്പം നിഷ്കളങ്കതയാണ് ആ കുഞ്ഞിനെ വിശദീകരിക്കുന്നൊരു വാക്ക്. ആ കുഞ്ഞിനൊന്നും അറിഞ്ഞുകൂടാ. ആ കുഞ്ഞെങ്ങനെ പെരുമാറണം, എങ്ങനെ പെരുമാറണ്ട, ആദ്യത്തെ യൂണിവേഴ്സിറ്റി അമ്മയാണല്ലോ. അപ്പോൾ ഈ അമ്മ കുട്ടിയെ നല്ല രീതിയിൽ സ്നേഹം കൊടുത്തു വളർത്തിയാൽ, ഇല്ലെങ്കിൽ അമ്മയും അപ്പനും കൂടെ ഒന്നു ചേർന്നുള്ള സ്നേഹത്തിൻ്റെ അന്തരീക്ഷം കിട്ടിയാൽ ആ കുട്ടിക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ടാവും.
പക്ഷേ സ്നേഹം കൊതിച്ചിട്ടും കിട്ടാതെ വന്നാൽ എന്ത് സംഭവിക്കും? ഈ 2-3 ആഴ്ചയ്ക്ക് മുമ്പ് പ്രണയബന്ധത്തിലാകപ്പെട്ട ഒരു കൊച്ചിനെ കൊണ്ട് വന്നപ്പം ആ കൊച്ചിങ്ങനെ പറഞ്ഞു വന്ന കൂട്ടത്തിൽ ആ കൊച്ചിനോട് ഞാനിങ്ങനെ പാരൻസിൻ്റെ വിഷമം എന്നൊക്കെ ഈ കാര്യത്തെക്കുറിച്ച്, കാരണം ആ കൊച്ചിന് മോട്ടിവേഷൻ വേണമല്ലോ ഇത് വിട്ടുവരാൻ വേണ്ടി. അപ്പോൾ അപ്പന് സങ്കടമാകുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പം ആ കൊച്ചു പറയുക, അപ്പനൊന്നും സങ്കടമില്ല സാർ, അപ്പന് സ്നേഹം ഉണ്ടെന്നാണ് പറയുന്നത്, പക്ഷെ ഞാനത് കണ്ടിട്ടൊന്നുമില്ല. അപ്പം ഞാൻ ചോദിച്ചു, അപ്പനിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താ? സാറേ, ഞാൻ ഒരു പെങ്കൊച്ചല്ലേ, അപ്പം എൻ്റെ അപ്പൻ എൻ്റെ കൂടെ കുറച്ച് സമയം ചെലവഴിക്കുമെന്നും എനിക്ക് എന്തെങ്കിലും വാങ്ങിച്ചു തരുമെന്നും എന്നെ ഒന്ന് പുറത്തു കൊണ്ടുപോകുമെന്നും എന്നോട് നല്ല പ്രോത്സാഹനത്തിൻ്റെ വാക്കുകൾ പറയുമെന്നൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇതൊന്നും കിട്ടുന്നില്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ സ്നേഹം കിട്ടാതെ വളർന്നൊരു പശ്ചാത്തലം ഒരുത്തൻ എൻ്റെ അടുത്ത് സ്നേഹം അഭിനയിച്ചു വന്നപ്പോൾ ഞാനങ്ങ് ചാഞ്ഞു പോയോന്ന് ചോദിച്ചാൽ അതിനകത്തൊരു മുഖാന്തരം ഉണ്ട് സാർ എന്ന് അവൾ എന്നോട് പറയുകയുണ്ടായി. വേറൊരു കാര്യം, ഈ മാതാപിതാക്കളുടെ ഒരു പ്രത്യേകത, ചില അമ്മമാർ, ഞാനിത് പറയുമ്പോൾ ചിലപ്പോൾ ചില അമ്മമാർക്ക് ഇഷ്ടപ്പെടത്തില്ല, എന്നാലും ഓവർ ആങ്ഷ്യസ് ആണ്. ആങ്ഷ്യസ് ആകണം, ശരി, സമ്മതിച്ചു, ഓക്കെ, പക്ഷെ ഒരു പരിധി വിട്ട് ആങ്ഷ്യസ് ആയ കുഴപ്പം. ഇപ്പം ഞാൻ സംസാരിച്ച മറ്റൊരു പെങ്കൊച്ച് പറഞ്ഞത്, +2 കഴിഞ്ഞു, ഇനി ഡിഗ്രിക്ക് പോവാണ്, ഇനി എന്താണെങ്കിലും ഫോൺ മേടിച്ചു കൊടുക്കുന്നു എന്നുള്ള തീരുമാനം അവിടെ ആയതാ, ഫോണും മേടിച്ചു കൊടുത്തു. അപ്പോൾ ഈ +2 കഴിഞ്ഞിട്ട് ഇനി ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടുന്നത് വരെ, അല്ലെങ്കിൽ ഹയർ സ്റ്റഡിക്ക് അഡ്മിഷൻ കിട്ടുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു 3 മാസത്തെ ഗ്യാപ്പുണ്ട്. യഥേഷ്ടം ഫോൺ ഉപയോഗിക്കുന്ന ടൈമാണ്. അപ്പോൾ ഈ അമ്മയ്ക്ക് ഡേ 1 തൊട്ട് ആശങ്കയാണ്, ഇവള് കാമുകനെ കണ്ടുപിടിക്കും, ഫോണിൽ കാമുകനെ കണ്ടെത്തും, ഇന്ന് കണ്ടെത്തി, നാളെ കണ്ടെത്തി, ഇല്ലെങ്കിൽ ഇന്ന് വൈകിട്ടത്തേക്കുള്ളവന് കാമുകനെ കിട്ടും. അവൾ ചാറ്റ് ചെയ്യാൻ തുടങ്ങും, അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും. ഇതാണ് ഈ അമ്മയുടെ അടുത്ത് തിളച്ച് പറയുന്നത്. അപ്പോൾ ഈ കൊച്ചു പറയുന്നത്, എപ്പോൾ അമ്മ എന്നെ കണ്ടാലും ഏതവനോടാടി, എൻ്റെ മമ്മി ആരുമില്ലതേ, നോക്ക് ഞാൻ എന്താ ചെയ്യുന്നത്. ഇത് ഡസൻ കണക്കിന് തവണ ആയപ്പോൾ ഒരു ദിവസം ഇവക്കങ്ങ് ഇവള് പറയുന്നത്, എൻ്റെ കിളി പോയി സാർ. അപ്പോൾ ഇവള് അമ്മയോട് പറഞ്ഞു, അതെ, കാമുകനോട് ചാറ്റ് ചെയ്യുക. അമ്മ ഇട്ട പാത്രം താഴെയിട്ട്, അയ്യോ ആണോ? ഇവള് പറഞ്ഞു, കാമുകനോട് ഡ്രഗ് അഡിക്റ്റാ മമ്മി. ചുമ്മാ ഇളക്കിയതാ, സ്ക്രൂ പിടിപ്പിച്ചത്. ഡ്രഗ് അഡിക്റ്റാ മമ്മി, അങ്ങ് ദൂരെയാ, അവനൊരു പാവപ്പെട്ട വീട്ടിൽ ഒന്നുമില്ലാത്തവൻ, വിദ്യാഭ്യാസം ഇല്ലാത്തവൻ, കൂലിപ്പണിക്ക് പോകുന്ന ഡ്രഗ് അഡിക്റ്റുമായിട്ടാണ് ഞാൻ പ്രണയിക്കുന്നതെന്ന് പറഞ്ഞു. അമ്മ ഉടൻ തന്നെ നെഞ്ചുവേദന എടുക്കുന്നു, വേർക്കുന്നു, അപ്പനെ വിളിച്ചു വരുത്തുന്നു. ഇനി അപ്പനെ അതിനേക്കാളും അമ്മ വിളിച്ചു പറഞ്ഞ് അത് മുഴുവൻ അപ്പൻ അങ്ങ് വിശ്വസിച്ചു. അപ്പൻ ഈ ചുഴലിക്കാറ്റടിക്കുന്നവർ ഒറ്റ വരവ് ഇങ്ങോട്ട് വന്നിട്ട് ആദ്യം ചെയ്ത് ഈ കൊച്ചിൻ്റെ കയ്യിൽ നിന്ന് ഈ ഫോൺ തട്ടിപ്പറിച്ച് മേടിച്ചു ഒറ്റ എയറാണ് ചുമരിലേക്ക്. ആ ഫോൺ തവിട് പൊടിയായിപ്പോയി. ഈ കൊച്ചു പറയുന്നുണ്ട്, പപ്പ ഞാൻ ചുമ്മാ പറഞ്ഞത് അങ്ങനെ ഇല്ല. എവിടെ കേൾക്കാനാണ്? ഈ പപ്പയ്ക്ക് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട്, ദേഷ്യം ഇരച്ച് കയറി കഴിഞ്ഞാൽ പിന്നെ കണ്ണും കാണില്ല, ചെവിയും കേൾക്കില്ല. അടുത്തത്, ഈ കൊച്ച് ആറ്റുനോറ്റ് വർഷങ്ങളോളം കാത്തിരുന്ന് കിട്ടിയൊരു ഫോണാണ്, ഒരു കാര്യമില്ലാതെ പൊട്ടിച്ചേക്കുന്നത്. ഇവളൊരു ഭ്രാന്ത് അങ്ങോട്ട് കാണിച്ച് ഇവളെ സ്ക്രീം ചെയ്ത് വീട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി കിണറ്റി ചാടാൻ പോകുന്നു. ആകെ വിഷയം. ഇവരും നാട്ടുകാരും വീട്ടുകാരും എല്ലാം കൂടെ പിടിച്ച് ഈ കൊച്ചിനെ ഭ്രാന്താശുപത്രിക്ക് കൊണ്ടുപോകാൻ തീരുമാനിക്കുന്നു. അങ്ങനെ പിന്നെ ചർച്ചിലെ പാസ്റ്ററെ വിളിച്ച് വരുത്തുന്നു. അങ്ങനെ ഒടുവിൽ കൗൺസിലിംഗ് സെൻ്ററിൽ വന്നു എന്ന് വിചാരിച്ചു. ഇത് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു എന്തിനാന്ന് വെച്ചാൽ, അമ്മമാർ ചെയ്യേണ്ട ഒരു കാര്യം, ഞാൻ പറയും, ഈ കൊച്ചുമായിട്ടൊരു ബോണ്ടിങ് വേണം. അതായത് എന്തും എൻ്റെ അമ്മയോട് എനിക്ക് പറയാം. എൻ്റെ പുറകെ ഒരു ചെറുക്കൻ വന്ന് എന്നെ പ്രപ്പോസ് ചെയ്തു, അതും മമ്മിയോട് പറയാം. ഇത് കേൾക്കുന്ന മമ്മി ശാന്തമായിട്ടാണോ, എന്നിട്ട് നീ എന്തു പറഞ്ഞു? മമ്മി, എനിക്ക് അവനെ ഇഷ്ടമാ. ഓ അത് ശരി, അപ്പോൾ ഇനിയിപ്പോൾ പ്രണയിക്കാനുള്ള പാടാണോ? ഇനി പ്രണയിച്ചാൽ എന്താ സംഭവിക്കുക, അതിൻ്റെ അനന്തരഫലം എന്താണ് എന്നൊക്കെ പറയുകയാണെങ്കിൽ ഈ കൊച്ചിന് നന്നായി പറയാനും പറ്റുന്നുണ്ട്, മമ്മി വളരെ ശാന്തമായിട്ട് കേൾക്കുന്നുണ്ട്. എന്നാൽ ചോദ്യങ്ങൾ ചോദിക്കുക വഴി, അവളെ കൊണ്ട് പറയിപ്പിക്കുക വഴി അതിൻ്റെ തെറ്റെന്താണെന്ന് അവിടെ ബോധ്യപ്പെടുത്തുന്നുമുണ്ട്. അപ്പോൾ ആ കൊച്ചിന് ബോധ്യമായിട്ട് അതിൽ നിന്ന് പിന്മാറുകയാണ്. പക്ഷെ ചില മമ്മിമാരെന്ത് ചെയ്യും? മമ്മി, ഒരു ചെറുക്കൻ എൻ്റെ പുറകെ നടന്ന് എന്ന് പറയുകയല്ല, ഒരു ചെറുക്കനെന്ന് കേട്ടതേ മമ്മി ചൂലെടുത്തു, പറയടി ബാക്കി, കൊച്ചു പറയത്തില്ല. അപ്പോൾ ആ ആറ്റിറ്റ്യൂഡൊന്ന് മാറ്റി പിടിക്കണം. ഈ കൗമാരക്കാർക്ക് നാഗിങ് എന്ന് പറഞ്ഞൊരു സാധനം അവരെ സ്വിച്ച് ഓഫ് ചെയ്ത് കളയും. ഇപ്പോൾ ഉദാഹരണത്തിന്, പഠിക്കുന്നിട്ട് രാവിലെ തൊട്ട് പറഞ്ഞു, നന്നായി പഠിക്കുന്ന കൊച്ച് പഠിത്തം അങ്ങോട്ട് നിർത്തും. എന്നാൽ അതിന് പകരം കൊച്ചെ പഠിക്കുന്നൊക്കെ ഉണ്ടല്ലോ, എനിക്കറിയാം നീ നന്നായി പഠിക്കുമെന്ന്, അപ്പോൾ എങ്ങനെ നമുക്കൊരു ടൈം ടേബിളൊക്കെ, ആ കൊച്ചിൻ്റെ ടൈം ടേബിൾ എനിക്കും കൂടെ ഒന്ന് അറിയാൻ പറ്റുമോ, എൻ്റെ ആശയം കൊണ്ട് ചോദിക്കുക കേട്ടോ എന്നൊക്കെ പറഞ്ഞാൽ കൊച്ചു കൂളായിട്ട് പറഞ്ഞു തരും. അപ്പോൾ നമ്മൾ അതനുസരിച്ച് നല്ലൊരു ബന്ധം രൂപപ്പെടുത്തിയാൽ മതി, ഒരു ബോണ്ടിങ് ഉണ്ടാക്കിയാൽ മതി. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, അപ്പനും അമ്മയും തമ്മി കണ്ടാൽ കീരിയും പാമ്പും പോലെയുള്ള വീടുകളുണ്ട്.
അങ്ങനത്തെ വീടുകളിലെ കുട്ടികൾക്ക് എന്ത് പ്രതീക്ഷയുണ്ട് അവരുടെ ജീവിതത്തിൽ? അവർ ഈ കൗമാരത്തിലേക്ക് കയറുമ്പോഴോ, ഞാനിപ്പോൾ കാണുന്ന അടുത്തൊരു പ്രശ്നമാണ് നോൺ സൂയിസൈഡൽ സെൽഫ് ഇഞ്ചുറി. ഇന്ന് ഒത്തിരി കുട്ടികൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുക. എന്തിനാണ് ഈ കൊച്ചിങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒന്ന്, സന്തോഷം അനുഭവിക്കാൻ എനിക്ക് അർഹതയില്ല. രണ്ട്, വേദനയാണ് എൻ്റെ ജീവിതത്തിൻ്റെ ആനന്ദം. ഈ കൊച്ചിനോട് തന്നെ വെറുപ്പ് കയറും. ഇങ്ങനെയുള്ളവരാണ് പതുക്കെ പതുക്കെ അവരുടെ പ്രതീക്ഷകളൊക്കെ പോവുകയും സൂയിസൈഡ് ടെൻഡൻസിയിലേക്ക് പോവുകയും, എന്ന് മാത്രമല്ല ഒത്തിരി കുഴച്ചിൽ ആ പശ്ചാത്തലത്തിൽ നിന്ന് കുട്ടികളുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. ഇങ്ങനെയുള്ള കുട്ടികളാണോ പിന്നീട് വിവാഹമേ വേണ്ട അല്ലെങ്കിൽ മക്കൾ വേണ്ടെന്നൊക്കെ പറഞ്ഞ് വേറൊരു ലൈഫ് ആഗ്രഹിക്കുന്നത്? ശരിയാണത്. അത് ഈ പറഞ്ഞ പോലെ പല പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോകും. അതിലൊന്നാണ് വിവാഹം വേണ്ട എന്ന ചിന്ത. ഞാൻ കണ്ടിട്ടുള്ള പല കുട്ടികളും അവർ പറയുന്ന ഒരു റീസൺ ഇതാ, എൻ്റെ അപ്പനും അമ്മയും ഞാൻ കാണുമ്പം അവർ കുടുംബജീവിതത്തിലേക്ക് കയറിയതാണ് അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പരാജയം എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അങ്ങനെയുള്ളൊരു ജീവിതം എന്തിനാണ്? നമ്മളിങ്ങനെ നന്നായിട്ട് പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഇതുപോലെ സ്ട്രെസ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു വ്യക്തിയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന എന്താവശ്യത്തിനാണ്? അപ്പോൾ അതൊരു തോന്നലാണ്. അപ്പോൾ അത് ജനറലൈസേഷൻ ചെയ്യുന്നത് കൊണ്ടാണ്. പക്ഷെ അത് ശരിയല്ല. ഇപ്പം ഒരു കുടുംബം അങ്ങനെയാണെന്ന് വെച്ച് മറ്റൊരു കുടുംബം അങ്ങനെയല്ല. ഏറ്റവും നല്ല സ്നേഹത്തിലും സന്തോഷത്തിലും മുന്നോട്ട് പോകുന്ന കുടുംബങ്ങളുണ്ട്. അത് കാണാൻ നമുക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇനി മറ്റൊന്ന്, ഇങ്ങനെയുള്ള കുട്ടികൾക്ക് സംഭവിക്കുന്നത് നിരാശയും ഭാരവും മനസ്സിനകത്തേക്കും കയറി നിറഞ്ഞു കഴിയുമ്പം മൊത്തത്തിലൊരു വൈരാഗ്യമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതിൻ്റെ ഭാഗമായിട്ട് ഇവർക്ക് ഏത് തെറ്റുകളിലേക്കും പോകാൻ വളരെ ഈസിയാണ്. ഈ ഇടയ്ക്ക് ഒരു മാധ്യമപ്രവർത്തകൻ ഇൻ്റർവ്യൂ ചെയ്തൊരു വീഡിയോ, അത് യൂട്യൂബിലൊക്കെ കിടപ്പുണ്ട്. ഒരു കൊച്ചു കുട്ടി MDMA അഡിക്ഷനിലേക്ക് പോയിട്ട് അവളെ 7ാം ക്ലാസ്സിലെങ്ങാണ്ട് പഠിക്കുന്ന വെച്ചാൽ അവളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതിന് ശേഷം ഈ കൊച്ചിനോട് സംസാരിക്കുകയാണ്. അപ്പോൾ ഈ മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നുണ്ട്, മോൾ എങ്ങനെയാണ് ഇങ്ങനെ ഒരു മേഖലയിലേക്ക് പോയത്? ഈ ചെറുപ്രായത്തിൽ എന്താ അങ്ങനെ ഉണ്ടായത്? ഇവൾ പറഞ്ഞ ഉത്തരം, എൻ്റെ വീട്, എൻ്റെ കുടുംബത്തിനകത്തെ സാഹചര്യം. എൻ്റെ വീട്ടിൽ അടിയാണ്, ബഹളമാണ്, എനിക്ക് അവിടെ ഒരു സ്പേസ് ഇല്ല. അപ്പോൾ ഒരു ദിവസം ഈ ഫ്രസ്ട്രേഷൻ്റെ അങ്ങേയറ്റത്ത് ഞാനിങ്ങനെ ഇരുന്നപ്പം എനിക്ക് തോന്നി, ഇവരോടുള്ള ഒരു വൈരാഗ്യത്തിന് വേണ്ടി ഞാൻ ഈ ഡാർക്ക് പേജുകളിലേക്ക് കയറിയതാണ്. അങ്ങനെയാണ് എനിക്ക് ഈ അച്ചാച്ചനെ പരിചയമായത്. അദ്ദേഹം എനിക്ക് ആദ്യമായിട്ട് സൗജന്യമായിട്ട് മയക്കുമരുന്ന് തന്നു. അതെടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത ഫീലിംഗ് ഉണ്ടായി. എനിക്ക് വളരെ സന്തോഷം തോന്നി. വീണ്ടും വീണ്ടും അദ്ദേഹം തന്നു. ഞാൻ അഡിക്റ്റായി എന്ന് അദ്ദേഹത്തിന് മനസ്സിലായപ്പോൾ അദ്ദേഹം ഇത് തരവ് നിർത്തി. ഞാൻ അദ്ദേഹത്തിൻ്റെ പുറകെ ചെന്നു, ബെഗ് ചെയ്തു. അദ്ദേഹം പറഞ്ഞു, ഇത്ര രൂപ തന്നാൽ തരാം. അങ്ങനെ കുറേ രൂപ കൊടുത്തു. കുറേ കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞതെല്ലാം ഞാൻ ചെയ്തു. കാരണം ഇതില്ലാതെ എനിക്ക് പറ്റില്ല എന്നായി. അപ്പം ഞാൻ പറയും, കുടുംബ ബന്ധങ്ങൾക്കകത്ത് വിള്ളലുകൾ ഉണ്ടാകുന്നത് ഒരു കുട്ടിയെ എങ്ങോട്ടൊക്കെ തകർച്ചയിലേക്ക് കൊണ്ടുപോകും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഫ്രസ്ട്രേഷൻ തീർക്കലാണ്. ഹോമോസെക്ഷുവാലിറ്റിയിലേക്ക് ചെന്ന് ചാടുന്ന ചിലരുടെ ജീവിതത്തിൽ പോലും ഈ ഒരു മേഖല കാണാറുണ്ട്, ഫ്രസ്ട്രേഷൻ തീർക്കൽ. അപ്പോൾ അതിനുവേണ്ടി തെറ്റെന്നും ധാർമ്മികതയ്ക്ക് ക്ഷീണം ഉണ്ടാക്കുന്നതെന്ന് സമൂഹം പറയുന്ന എല്ലാത്തിലങ്ങ് പോവാം. ഒരു റിബലായതിൻ്റെ ഒരു ലക്ഷണമായിട്ടാണ്. അപ്പോൾ ഒരു ആരോഗ്യകരമായൊരു കുടുംബം, ആരോഗ്യകരമായൊരു തലമുറ ഉണ്ടാക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അപ്പം നമ്മളീ പറഞ്ഞു വന്ന പോലെ കുടുംബങ്ങളുടെ തകർച്ചകൾ ഒരു ഭാഗത്ത്, യൗവനക്കാരുടെ ചലഞ്ചസ് മറുഭാഗത്ത്, സഭകളിലെ ആത്മീയതയെ സംബന്ധിച്ചുള്ള വെല്ലുവിളികൾ മറുഭാഗത്ത്, ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ്. ഇതിൻ്റെയൊക്കെ നടുവിലാണ് നമ്മൾ കർത്താവിൻ്റെ വരവിനെ നോക്കി പാർത്ത് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഒരു ഭാഗത്തോടെ പ്രസംഗങ്ങളും ചർച്ചിലെ ആക്ടിവിറ്റീസ് നടക്കുമ്പോൾ മറുഭാഗത്ത് ഇതുപോലുള്ള പ്രായോഗിക പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടണം. ഈ പ്രശ്നങ്ങളെ പ്രായോഗിക തലത്തിൽ തന്നെ നിന്ന് അഡ്രസ്സ് ചെയ്യണം. കൃത്യമായ ഉൾക്കാഴ്ചകൾ നമ്മുടെ സമൂഹത്തിന് കിട്ടണം. അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ ചർച്ചകളിലുണ്ടാകണം, പാസ്റ്റർമാരുടെ ഭാഗത്തുനിന്നുണ്ടാകണം, പ്രസ്ഥാനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകണം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഹോളിസ്റ്റിക് ആയിട്ടുള്ള സമഗ്രമായൊരു വളർച്ച നമ്മുടെ ചർച്ചകൾക്കകത്ത് ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെ, ഈ കേട്ട ചിന്തകളൊക്കെ തന്നെ നമ്മുടെ സഭയ്ക്കും സമൂഹത്തിനും വ്യക്തികൾക്കുമൊക്കെ മാറ്റത്തിന് കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതുവരെ ഞങ്ങളോടൊപ്പം സമയം ചെലവഴിച്ചതിൽ നന്ദി. ദൈവം അനുഗ്രഹിക്കട്ടെ.